ഹലോ, എൻ്റെ കായ്ക്കറിയും നമ്മുടെ കോവക്ക തോരനും ഇവിടെ ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ബീഫാണ്. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ബീഫിൻ്റെ മയമാണ്. അപ്പോൾ ദൈവത്തെ ഓർത്ത് ഇനി ബീഫിൻ്റെ വിവാദം ഒന്നും ഒഴിവാക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിടുന്ന ആൾക്കാരെല്ലാം കൊതിച്ച് ചാവും. കായ്ക്കറി, തലശ്ശേരിക്കാരുടെ കായ്ക്കറി, അതായത് പച്ചക്കായ കറിയും പിന്നെ ഞാൻ കോവക്ക തോരനാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പം അത് എങ്ങനെയാണെന്ന് ഞാൻ ക്വിക്കായിട്ട് പറഞ്ഞുതരാം. ഓരോ പ്രതിഷേധം അറിയിക്കേ. ഓരോ കുറച്ച് കഴിഞ്ഞ് ബീഫ് കഴിക്കോ, ഓരോ ബീഫ് കഴിക്കോ, ഓരോ ബീഫ് കഴിക്കോ. ഞാനിങ്ങനെ ആലോചിക്കുക, ഒരു സിനിമയെ കുറിച്ചിട്ട് ഒരു സിനിമ ഇറങ്ങുന്നതിന് മുൻപേ എന്തിനാ ഇത്രയും വിവാദങ്ങൾ എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒരു സിനിമയായിട്ട് കണ്ടാൽ പോരെ. അപ്പൊ പറയുന്നത് കേരളത്തെ ഈ സംവിധായകൻ ഇങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നതെന്നൊക്കെയാണ് ചോദിക്കുന്നത്. ചിലപ്പോൾ അയാൾ അങ്ങനെയായിരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവുക. സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഒരുപാട് പേരുണ്ട് ബീഫ് കഴിക്കാത്തത്. എൻ്റെ അമ്മമ്മയൊന്നും ബീഫ് കഴിക്കില്ല. അപ്പോൾ എന്താ കഴിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഉത്തരവുണ്ടോ? എൻ്റെ അമ്മമ്മ പറഞ്ഞ ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു അറപ്പ് തോന്നും എന്നാണ് പറയുന്നത്. കാരണം അവരുടെ മനസ്സിലേക്ക് പശു എന്നുള്ളൊരു സംഭവം വരുന്നത് കൊണ്ടായിരിക്കാം. അതൊക്കെ ഓരോ ആളെ ഇഷ്ടമല്ലേ. പശുവിനെ ഭയങ്കര ദൈവികമായിട്ട് കാണുന്ന കുറെ പേരുണ്ട്. ആഹാരം എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട എന്നൊക്കെയുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഇരിക്കും. എന്ന് കരുതി ഇപ്പൊ പാമ്പിനെ കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുമോ? ഇല്ല. എന്നാൽ പാമ്പിനെ കഴിക്കുന്നവരുണ്ട്. പാമ്പിനെ കഴിക്കുന്ന നാട്ടിൽ പോയി കഴിഞ്ഞാൽ പാമ്പിനെ കഴിക്കുന്നവരുണ്ട്. ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ഇപ്പൊ എനിക്ക് മട്ടൺ ഇഷ്ടമല്ല. ഞാൻ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മട്ടൺ കഴിക്കില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് ഓരോരുത്തർക്ക് ബീഫ് കഴിക്കാൻ ഇഷ്ടമില്ല, ബീഫ് കഴിക്കണ്ട. ആരെയൊക്കെ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നത്. അപ്പൊ ആ ഫിലിമില് ഒരു മുസ്ലിംസ് ഹിന്ദുവിനെ ബീഫ് വായിൽ കുത്തിക്കയറ്റി കഴിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ സ്റ്റോറീൻ്റെ ആ കഥയുടെ ഒരു രംഗം ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രചരിച്ചത്. അപ്പൊ അങ്ങനെ ഇവിടെ ഈ നാട്ടിൽ ആരും ചെയ്യുന്നുണ്ടാവില്ലല്ലോ. അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാണോ ഈ സിനിമ ഇറക്കിയതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതൊരു സിനിമയായിട്ട് കണ്ടാൽ മതിയല്ലോ. ഒരു ഫാന്റസി പോലെ എത്ര സിനിമകളുണ്ട്. അതൊക്കെ ഈ നാട്ടിൽ നടക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പൊടിയും പിടിച്ച് ഇറങ്ങി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ അങ്ങ് കണ്ടാൽ മതി. കഥ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് അവതാളത്തിലാവും. അപ്പൊ ഞാൻ നമ്മളുടെ പച്ചക്കായ മുറിച്ച് കുക്കറിൽ വേവിക്കാൻ ഇടുകയാണ്. ഇതിൽ ഞാൻ 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടോളൂ. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് 2 വിസിൽ, പച്ചക്കായൻ്റെ വേവ് അറിയണോ അത്രയും വിസിൽ നമുക്ക് തുറക്കാം. അപ്പോൾ ഇനി എനിക്ക് തോരൻ ഉണ്ടാക്കണം. തോരൻ ഞാൻ ഇവിടെ കോവക്ക കുറേ ദിവസമായി കോവക്ക കഴിച്ചിട്ട്. അപ്പോൾ കോവക്ക ഇന്നലെ ഞാൻ പോയി വാങ്ങിച്ചായിരുന്നു. അപ്പോൾ കോവക്ക ഒന്ന് വറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതാ ഇവിടെ കോവക്ക കുനുകുനാ അരിഞ്ഞിട്ടുണ്ട്. കോവക്കയും കുറച്ച് ഞാൻ സവാളയും ഒരു 1/2 സവാളയും ഞാൻ ഇട്ടത്, അതും ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. പിന്നെ പച്ചമുളകും വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് നമുക്ക് വേവിക്കാം. അപ്പോൾ എൻ്റെ അടുക്കളയിൽ ഇന്ന് പച്ചക്കറി മാത്രമേ ഉള്ളൂ. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ബീഫ് കൊണ്ടുള്ള കളിയാണ്. ബീഫ് കണ്ടിട്ടാണെങ്കിൽ എനിക്ക് കൊതി മൂത്തിട്ട് പാടില്ല. പക്ഷേ എൻ്റെ കിച്ചണിൽ ഇന്ന് ബീഫ് ഇല്ല. അപ്പോൾ ബീഫ് ഞാൻ പൊതുവെ ഉണ്ടാക്കാറില്ല. അങ്ങനെ ബീഫ് ഉണ്ടാക്കാൻ കുറച്ച് ടാസ്ക് ആയതുകൊണ്ട് ഞാൻ ബീഫ് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടാണ് കഴിക്കാറ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ബീഫ് കൊണ്ടുള്ള എന്തൊക്കെയോ വെറൈറ്റികളാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബീഫ് ഒലത്തിയത്, ബീഫ് ഫ്രൈ, ബീഫ് കൊണ്ടാട്ടം, ബീഫ് പെപ്പർ, ഒന്നും പറയണ്ട. ഞാനാണെങ്കിൽ ഇങ്ങനെ കൊതി ബൂത്തിങ്ങനെ ഇരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ബീഫും കിട്ടിയില്ല. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ബീഫ് കഴിച്ചായിരുന്നു ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കേരള സ്റ്റോറീൻ്റെ വിവാദത്തെക്കുറിച്ച്. ഇഷ്ടപ്പെട്ടവർ കഴിക്കട്ടെ ബീഫ്, ഇഷ്ടമില്ലാത്തവർ കഴിക്കണ്ട. അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പം എന്തിനാ വായിൽ കുത്തി നിറച്ച് ബീഫ് കഴിപ്പിക്കുന്ന? ഇഷ്ടമല്ലാത്തവർ കഴിക്കണ്ട. അപ്പോൾ നമ്മളുടെ കായ്ക്കറി ഇവിടെ റെഡി ആവുന്നുണ്ട്. നമ്മളുടെ കോവക്ക തോരൻ ഇവിടെ റെഡി ആവുന്നുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ കുറേ എന്തൊക്കെയോ പറഞ്ഞിട്ട് എൻ്റെ കുക്കിംഗ് നിന്ന് വ്യതിചലിച്ചു. അപ്പോൾ ബീഫ്
നല്ല അടിപൊളിയായിട്ട് ബീഫ് വെച്ച് കഴിഞ്ഞാൽ ആരും കഴിച്ചു പോകും എന്ന് പറയുന്നത് പോലെ ബീഫ് കഴിക്കാത്തവരുണ്ട്, കഴിക്കുന്നവരുണ്ട്. അത് അവർ ഓരോരോ ഇഷ്ടം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ഫിലിം എന്തെങ്കിലും ഒരു അജണ്ട വെച്ചിട്ട് ഇറക്കിയ ഫിലിമാണെങ്കിൽ ഓക്കെ, ഇത്തരം വാദങ്ങളും ഇത്തരം പ്രതിഷേധങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും. അപ്പോൾ അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. സത്യം പറഞ്ഞ ഒരു സിനിമയായിട്ട് കണ്ടാൽ മതി എന്ന് മാത്രമേ എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളൂ. രാഷ്ട്രീയ അജണ്ട എന്ന് പറയുന്നതിന് വേറെയും കാര്യമുണ്ട്. അതായത് കേരള സ്റ്റോറിൻ്റെ ഫസ്റ്റ് ഇറങ്ങിയപ്പോൾ ബ്രാൻഡ് അംബാസിഡറായിട്ട് മോദി കേരളത്തിൽ വന്നിട്ട് ആ ഫിലിം കാണൂ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു പോയി എന്നൊക്കെയാണ് അതിൻ്റെ രീതിയിലുള്ള വേറെ കുറേ വാദങ്ങളൊക്കെ നടക്കുന്നത്. സത്യം പറഞ്ഞാൽ മോദി അത് വഴി വന്നപ്പോൾ എന്നാ പിന്നെ ഒരു കേരള സ്റ്റോറി കിടക്കല്ലേ, എന്നാ പിന്നെ നമുക്കതങ്ങ് ചൂണ്ടയിടാമെന്ന് പറഞ്ഞ് ചിലപ്പോൾ 2 വാക്ക് പറഞ്ഞതായിരിക്കും. അതിനെ ചേർത്ത് പിടിക്കാൻ കുറേ ആൾക്കാരും ഉണ്ട്. ഞാൻ കോവക്ക വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ വെന്ത് വരുമ്പോൾ ഈ കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കറിവേപ്പിലയും കുറച്ച് നമ്മളുടെ വെളിച്ചെണ്ണയും ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോവക്ക തോരനും അവിടെ റെഡിയായി. അപ്പോൾ ഇന്ന് എൻ്റെ അടുക്കളയിൽ വെജിറ്റേറിയൻ ആണ്. അപ്പോൾ ബീഫ്, സോഷ്യൽ മീഡിയയിൽ ബീഫ് ഇങ്ങനെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ ബീഫ് കിട്ടിയില്ല. തിരക്ക് പിടിച്ച ന്യൂസ് ഡെസ്ക് ഇപ്പോഴും ഓർമ്മ വരുന്നു, ഭയങ്കര നൊസ്റ്റാൾജിയ. അപ്പോൾ ആ സമയത്തൊക്കെ ബീഫിൻ്റെ പേരിൽ കുറേ വിവാദങ്ങൾ, ഉത്തർപ്രദേശിലൊക്കെ ബീഫ് കഴിച്ചതിൻ്റെ പേരിൽ തല്ലിക്കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ന്യൂസുകളൊക്കെ വരുമ്പോൾ ഇങ്ങനെ ബീഫിനെ കൊണ്ട് ആറാട്ടായിരിക്കും. മറ്റൊരു രഹസ്യം എന്ന് പറയുന്നത്, ഉത്തർപ്രദേശിലാണ് കൂടുതൽ ബീഫും കയറ്റുമതി ചെയ്യുന്നത്. ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതെന്ന് പറയുന്നുണ്ട്. അതായത് യോഗി ആദിത്യനാഥിൻ്റെ സ്ഥലത്ത് നിന്ന്. അപ്പം അങ്ങനെ ഒരു രഹസ്യമുണ്ട്, സത്യത്തിൽ പരസ്യമാക്കണ്ട. അപ്പം അവിടെയും ബീഫ് നന്നായിട്ട് വിറ്റ് പോകുന്നുണ്ട് എന്നുള്ള കാര്യം മറക്കണ്ട. അപ്പോൾ ബീഫ് കഴിക്കേണ്ടവര് എവിടെ നിന്നായാലും ബീഫ് കഴിക്കുന്നുണ്ട്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പശുവിനെ ബീഫായിട്ട്, പശുവിൻ്റെ ഇറച്ചി പോത്തിറച്ചിയായിട്ട് നമ്മളുടെ മാർക്കറ്റിൽ കിട്ടുന്നു എന്നുള്ള ഒരു സംഭവം വന്നതിന് ശേഷമാണ് ഈ ബീഫിനോട് കുറേ ആൾക്കാർക്കൊക്കെ ഇത് വന്നു തുടങ്ങിയെന്ന് തോന്നും. അല്ലാതെ ഉണ്ട്, അല്ലാത്തത് നമ്മളുടെ കുറച്ച് പഴയ ആൾക്കാർ, അതായത് അമ്മമാരൊക്കെ ബീഫ് കഴിക്കില്ല എന്ന് പറയുന്നത്. അല്ലാതെ ബീഫിനോട് ഇഷ്ടക്കേട് ഇപ്പൊ അടുത്ത കാലത്തൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് കുറെ വിവാദങ്ങളൊക്കെ കണ്ടിട്ടും കുറെ പേര് അതിൽ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. പിന്നെ പശു ഇറച്ചി ബീഫായിട്ട് നമ്മുടെ മാർക്കറ്റിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് കഴിക്കാനും കുറെ ആൾക്കാർക്ക് മടി. അതാണ് സംഭവം. എനിക്ക് പേഴ്സണലി ഒരു പ്രശ്നവുമില്ല ബീഫ് കഴിക്കാത്തവരെ കാണുമ്പോൾ. അപ്പം നമ്മളുടെ കായ്ക്കറിയും കോവക്ക തോരനും ഇവിടെ ഇനിയിപ്പോൾ എനിക്ക് നമ്മളുടെ കടുക് താളിച്ചിട്ട് അങ്ങോട്ടേക്ക് ഒഴിച്ചാൽ മതി. അപ്പം സാധനമൊക്കെ സെറ്റായിട്ടുണ്ട്. ഇവിടെ ഓറ സ്പൂണൊക്കെ നിലത്തിട്ട് പ്രതിഷേധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓറക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്താ ഓറ ഇനി സമ്മതിക്കില്ല എന്നാ പറഞ്ഞ കുക്കിങ്ങിൽ. അപ്പൊ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. ടേസ്റ്റുള്ള എന്തും കഴിക്കാം എന്നുള്ളൊരു മൈൻഡാണ് എനിക്ക്. അപ്പോൾ നിങ്ങൾ കഴിച്ചു നോക്കി ഇഷ്ടപ്പെട്ടിട്ടില്ല വിട്ട് കളയും, അത്രേ എനിക്ക് പറയാനുള്ളൂ. അല്ലാണ്ട് കഴിക്കാതെ എന്താ പറയണ്ടേ, എനിക്കിത് കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഓറക്ക് യോജിപ്പില്ല. ഓറതാ പറയുന്നത്, ഓറക്ക് യോജിപ്പില്ല. വാ, ഓറ പ്രതിഷേധം അറിയിക്ക്. ഓറ കുറച്ച് കഴിഞ്ഞ ബീഫ് കഴിക്കോ? ഓറ ബീഫ് കഴിക്കോ? ഓറ ബീഫ് കഴിക്കോ? അടണ്ണ അത് ഇങ്ങനെ കടുക്, അത് കടുക്, പിന്നെ കുറച്ച് നമ്മളുടെ ചെറിയുള്ളി, പിന്നെ വറ്റൽമുളക്, പിന്നെ കറിവേപ്പില, ഇത്രയും സാധനം അതിൻ്റെ അകത്ത് ഇട്ടത്. ഓക്കെ, ഇനി ഇത് കുറച്ചും കൂടി ബ്രൗണിഷ് ആവുമ്പോൾ അതിലേക്ക് ഒഴിക്കണം. അതാണ് നമ്മളുടെ പരിപാടി. അത്രേ ഉള്ളൂ. ഓക്കെ ആണോ ഓറ?
ഏ നീ എന്തെങ്കിലും അറിയാനുണ്ടോ ഉറക്കെ? ആ അതെ അതന്നെ അങ്ങനെ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പൊ എന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതും കൂടി പറയണം. ഓറ വലുതായി കഴിഞ്ഞാൽ പറയും. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, ചാച്ചാ. ഓറ ചാച്ച പറ, ചാച്ചാ, ടാറ്റാ, ബൈ, 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 ടാറ്റാ, ബൈ, ചാച്ചാ. ബൈ, ചാച്ചാ. Bye.